ഹലോ! അടിപൊളി ഐറ്റമായിട്ട് ഞാനിതാ ഇന്ന് വന്നിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സോയാ പുലാവ് വിത്ത് റേഷൻ അരിയാണ് ട്ടോ. അപ്പോൾ ഞാനിതാ സോയാബീനൊക്കെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുതിർത്തിട്ട്. ഇനി നമ്മുടെ അടുത്ത താരം ഇതാ വന്നു റേഷൻ അരി. ഇതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള താരം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് മൂന്നും കൂടി പേസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സവോള കട്ട് ചെയ്തത്, തക്കാളി കട്ട് ചെയ്തത്, പിന്നെ ഗ്രാമ്പൂ, ഏലം, പട്ട ഇത് കുറച്ച്, പിന്നെ മല്ലിയില, പുതിന. മല്ലിയില മെയിനായിട്ട് വേണം കേട്ടോ. പുതിന ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ പുതിന എടുത്തതാണ്. അപ്പോൾ ഇത് അരിയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സോയാബീൻ എടുക്കുക. അതിനകത്തോട്ട് ചില്ലി പൗഡർ ഇടണം. ചില്ലി പൗഡർ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഇട്ടത്. ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്താൽ മതി. അപ്പോൾ ഞാനിതിൽ ചില്ലി പൗഡറും ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കത് മിക്സാക്കി എടുക്കാം. ചില്ലി പൗഡർ നിർബന്ധമില്ലേ, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇട്ടതാണ് കേട്ടോ. ഇനി അതിൽ കുറച്ച് കറിവേപ്പില കൂടി ഇടുക. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വെറും അരമണിക്കൂർ ഉണ്ടെങ്കിൽ കിടിലനായിട്ടുള്ള സാധനം സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഞാനിതാ ഓയിലൊക്കെ ഒഴിച്ചു. ഇനി ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് സോയാബീൻ അതിനകത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് ഈ സോയാബീൻ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റേഷനരി ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. എപ്പോഴും നമുക്ക് ഇറച്ചിയോ കോഴിയൊക്കെ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ബിരിയാണി റൈസൊക്കെ ഉപയോഗിച്ചിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതാ ഈസി ആയിട്ട് അതേ ടേസ്റ്റിൽ തന്നെ അതിനേക്കാൾ രുചികരമായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ സോയാബീനൊക്കെ അങ്ങ് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അതേ ചട്ടിയിലോട്ട് തന്നെ എണ്ണ കുറച്ചുകൂടി ഒഴിക്കുക. അതിൻ്റെ മസാലയൊക്കെ അടിയിലുണ്ടാകും. അതെല്ലാം അവിടെ നിന്നോട്ടെ. നമുക്കത് റൈസിലോട്ട് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇതാ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടാകുമ്പോൾ പട്ട, ഗ്രാമ്പൂ, ഏലം അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അങ്ങ് പൊട്ടട്ടെ, ചടപട പൊട്ടട്ടെ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഉള്ളിയൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഉള്ളിയൊക്കെ അങ്ങ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്, ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ഇട്ടാൽ പെട്ടെന്ന് അങ്ങ് വഴറ്റി കിട്ടും കേട്ടോ. ഉപ്പ് കൂടി ഞാൻ ചേർത്തു, നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങളിത് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് സമയമില്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ റേഷനരിയും ഇതൊന്നും സോയാബീനൊക്കെ വളരെ ഇതായിട്ട് നമുക്ക് കിട്ടുന്നതാണല്ലോ. ഒരുപാട് പൈസ മുടക്കോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിനകത്തോട്ട് തക്കാളി കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. അതൊക്കെ ഒരുവിധം ആയി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മൂന്നും കൂടിയിട്ടായിട്ടുള്ള പേസ്റ്റ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അങ്ങ് ഇളക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒരുവിധം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള മുളക് പൊടി അധികം ആവരുത് കേട്ടോ. ആവശ്യത്തിനുള്ള മുളക് പൊടി, അതുകൂടാതെ കുറച്ച് ഗരം മസാലപ്പൊടി കൂടി അതിനകത്ത് ചേർക്കുക. ഉപ്പിൻ്റെയൊക്കെ അളവ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോഴോ അതിന് ശേഷമോ നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനകത്തോട്ട് അരി അങ്ങ് ചേർക്കണം കേട്ടോ. സാധാരണ എല്ലാവരും ഈ സമയത്ത് അങ്ങ് വെള്ളം ഒഴിക്കും. വെള്ളം തിളച്ചിട്ടാണ് അരി അങ്ങ് ഇടുക. പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. അരി ഡയറക്റ്റായിട്ട് അതിനകത്തേക്ക് അങ്ങ് കൊട്ടുക. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ അരിയിലോട്ട് നന്നായിട്ട് മസാല അങ്ങ് പിടിക്കും. അതേപോലെ തന്നെ സോയാബീൻ ഇതിനകത്തിട്ട് കുക്കറിൽ അടിച്ചെടുക്കരുത്. അതിലും മസാല പിടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ സോയാബീൻ ആദ്യമേ തന്നെ വറുത്ത് കോരി മാറ്റിയത് കേട്ടോ. ഞാൻ നന്നായിട്ട് ഈ അരിയൊക്കെ ഇട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ സമയത്ത് അരി ഒട്ടലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങാനീരോ അല്ലെങ്കിൽ തൈരൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം അതിലോട്ട് ഒഴിക്കുക. അപ്പോൾ ഇതിന് ഏത് അരി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ചോറ് വയ്ക്കുന്ന സാധാരണയുള്ള അരി, റേഷനരി, പച്ചരി, ഇനി സാധാ നമ്മുടെ ബസുമതി റൈസ്, ജീരകശാല റൈസ്, എന്തരിയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെല്ലാം അതേതാണേലും ഉപയോഗിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് സാധാരണക്കാരിൽ ഏറ്റവും കൂടുതൽ റേഷനരിയൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്കതങ്ങ് എടുക്കാം. അപ്പോൾ സൺഡേ ഒക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്കൊക്കെ. ഇപ്പോൾ എന്തായാലും വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ അങ്ങ് ഉണ്ടാക്കി നിങ്ങൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇതാ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ വരുന്നത് വരെ, ഒരു 3-4 വിസിൽ വരുന്നതിന് വരെ അത് അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അതിനുള്ള സാലഡ് ഉണ്ടാക്കാം. ഞാൻ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള കട്ട് ചെയ്തു, പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി തൈര് കൂടി ഒഴിക്കുക. ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് ഇവിടെ സെറ്റായി. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറയണേ.
അപ്പോൾ നിങ്ങളിതൊക്കെ കണ്ട് എല്ലാവരും വീഡിയോസൊക്കെ മുഴുവനായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഓരോ വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സാലഡൊക്കെ അങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇതാ അപ്പോഴത്തേനും ചോറൊക്കെ അങ്ങ് സെറ്റായി കേട്ടോ. വിസിലൊക്കെ അടിക്കുന്നുണ്ടേ. ഒരു 4 വിസിലൊക്കെ കേട്ടോ. ചില അരികൾക്ക് നല്ല വേവ് കൂടുതലായിരിക്കും, ചില അരിക്ക് വേവ് കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ വിസിലിൻ്റെ എണ്ണമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ തുറന്ന് കൊടുത്തിട്ടുണ്ട്. ഒരുവിധം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട്. കുറച്ചൊരു വെള്ളം കൂടുതലുണ്ട്. അപ്പോൾ കുറച്ച് നേരം അങ്ങ് ഒന്നുകൂടി അങ്ങ് ചെറു തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് സെറ്റാക്കി എടുക്കാം. ഓക്കെ, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യൊന്നും നിർബന്ധമേ ഇല്ല കേട്ടോ. വീട്ടിലുള്ള സാധാ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്താൽ മതി. നെയ്യപ്പോൾ ഉള്ളത് കൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ നെയ്യിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇനി കുറച്ച് സോയാബീൻ ഫ്രൈ ചെയ്തത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇത് ആദ്യത്തെ ലെയറാണ് കേട്ടോ. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയില അല്ല, ഇത് പുതിനയാണ്, പക്ഷേ നിങ്ങൾ മല്ലിയില എടുക്കണം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ള സോയാബീൻ കൂടി അതിനകത്തേക്ക് അങ്ങ് ഇട്ടു. സെറ്റാക്കി എടുത്ത് എല്ലായിടത്തേക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തേക്കും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇതിന് മുകളിൽ നന്നായിട്ട് മല്ലിയില അങ്ങ് വിതറുക. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മല്ലിയിലയാണ് കേട്ടോ. നല്ല സെറ്റായിരിക്കും മല്ലിയില ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനതൊക്കെ ഇട്ടു. കുറച്ച് നേരം അങ്ങ് അടച്ച് വെച്ച് അങ്ങ് തുറന്നതാണ് കേട്ടോ. സെറ്റ് നോക്കിക്കേ, നല്ല അടിപൊളി സ്മെല്ലിൽ നമ്മുടെ സോയാ പുലാവ് വിത്ത് റേഷൻ അരി അങ്ങ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പതുക്കെ അങ്ങ് ഇളക്കി കൊടുത്ത് നോക്കാം കേട്ടോ. ഓക്കെ, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എന്നും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റാം. അപ്പോൾ ഞാനിതാ പാത്രമൊക്കെ എടുത്തിട്ടുണ്ട്. സെറ്റായിട്ട് ചോറൊക്കെ അതിൽ വിളമ്പി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തൈര് സാലഡൊന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. സാലഡോ വേറെ ഒരു കറി ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കും എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് വീഡിയോ കഴിയുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിൽ ഒരാളായ ഞാൻ എന്നും സ്നേഹത്തോടു കൂടിയിട്ട് ഓക്കെ ബൈ.